Hello everyone, welcome back to my YouTube channel. ഇത് നോർമലി ഉള്ളതുപോലെ ഒരു വീക്ക്ലി വ്ളോഗോ അല്ലെങ്കിൽ ഒരു പക്ക ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒന്നും അല്ല. ജസ്റ്റ് റാൻഡം ആയിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് മൊമെൻറ്റ്സ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. സോ വെർ ആർ വി നൗ? നമ്മൾ ലാ ഡെൻസിറ്റിയിലാണ് കേട്ടോ. നമ്മുടെ ട്രിവാൻഡ്രം പട്ടത്തുള്ള അർജുൻ ചേട്ടൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളെല്ലാവരും അതിൻ്റെ അപ്ഡേറ്റ്സും ചോദിക്കാറുണ്ട്. സോ അതിൻ്റെ ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്റ്സും അർജുൻ ചേട്ടൻ വളരെ കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട്. മെഡിസിൻസ് കഴിക്കുന്നുണ്ട്, സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു ട്രാൻസ്പ്ലാന്റ് സക്സസ്ഫുൾ ആവുന്നത്. അപ്പോൾ അർജുൻ ചേട്ടൻ വളരെ കീനായിട്ട് അതെല്ലാം ഒബ്സർവ് ചെയ്ത് ചെയ്യാറുണ്ട്. ഇന്ന് നമ്മൾ PRP ട്രീറ്റ്മെൻറ്റാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. ആൻഡ് ഐ ഹാവ് എ വെരി ബാഡ് ന്യൂസ് ടു ഷെയർ വിത്ത് യു ഓൾ. എൻ്റെ പൂച്ചക്കുട്ടികളൊന്നും രക്ഷപ്പെട്ടില്ല. ഓരോന്നോരോന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പൂച്ചക്കുട്ടികളുടെ മെയിൻ പ്രശ്നം അവർ ബോൺ വീക്കായിരുന്നു. അപ്പോൾ നമ്മൾ എത്രയെന്ന് പറഞ്ഞ് നോക്കിയാലും ഒരു ചാൻസ് ഉണ്ടായിരുന്നു എപ്പോഴും. അതെനിക്കറിയായിരുന്നു അവർ രക്ഷപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയായിരുന്നു. പക്ഷേ ഐ ഹാഡ് ഫെയ്ത്ത് കേട്ടോ. നമ്മൾ നോക്കുമ്പോൾ ഇത്തവണ നമുക്ക് കിട്ടും. കഴിഞ്ഞ പ്രാവശ്യത്തെ നമുക്ക് ഇതുപോലെ കിട്ടിയില്ല. അപ്പോൾ ഇത്തവണയെങ്കിലും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ വല്ലാത്തൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിപ്പോയി. ഞാനാണെങ്കിൽ ആരെയും നോക്കാൻ സമ്മതിക്കാതെ ഞാൻ തന്നെ ഇരുന്ന് മെനക്കെട്ട് നോക്കുമായിരുന്നു. കാരണം എനിക്ക് ആ കിറ്റൻസ് എന്നോട് മാത്രമായിട്ട് സ്നേഹമായിട്ടിരിക്കണം എന്നൊക്കെ ഉള്ളൊരു സ്വാർത്ഥത എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആസ് ഓൾവേസ് നമ്മൾ ഒരു കാര്യം ഇത്രയും മെനക്കെട്ട് കുറേ എഫേർട്ട് ഇട്ട് നമുക്ക് ആരോഗ്യം ഉണ്ടായിട്ടൊന്നുമല്ല, ഒരു സ്നേഹം അല്ലെങ്കിൽ പാഷൻ, അതിൻ്റെ പേരിലാണ് നമ്മൾ പലതും ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ഒരു റിസൾട്ട് വളരെ വ്യർത്ഥമായിട്ട് പോകുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടല്ലോ. എൻ്റെ മുന്നത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഡെലിവറിക്ക് ശേഷം ഞാൻ ഇത്രയും ഉറക്കം ഒഴിഞ്ഞ് അലാമൊക്കെ സെറ്റ് ചെയ്ത് ഇത്രയും മെനക്കെട്ട് ഈ ബേബീസിനൊക്കെ, ന്യൂ ബോൺ ബേബീസിനെ കെയർ ചെയ്യുന്നത് പോലെയൊക്കെ ഞാൻ കെയർ ചെയ്യുന്നത് ഈ കിറ്റൻസ് വന്നപ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഇങ്ങനെ വൺ ആഫ്റ്റർ ദ അതർ പോയി അവസാനം ഒന്നും ഇല്ലാണ്ടായപ്പോഴേ ഞാൻ ആകെ ബ്ലാങ്ക് ആയിപ്പോയി. എനിക്ക് ഒന്നും ചെയ്യാനില്ലാത്ത പോലെ ആയിപ്പോയി. എനിക്ക് പൂച്ചക്കുട്ടികൾ മാത്രമല്ല, വേറെ ഇഷ്ടം പോലെ ജീവികൾ വീട്ടിലുണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടി എൻ്റെ എന്തൊരു മേജർ ആക്ടിവിറ്റി നഷ്ടപ്പെട്ടതുപോലെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഒരു 7 ദിവസം കൊണ്ടുള്ള എൻ്റെ ഒരു റുട്ടീൻ മൊത്തത്തിൽ അങ്ങ് തലകീഴ് മറിഞ്ഞതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ ഗുഡ് മോർണിംഗ്, എൻ്റെ ഗുഡ് നൈറ്റ്, ഇടയ്ക്കിടയ്ക്ക് ഇവരായിട്ടുള്ള ടൈമും എല്ലാം എനിക്ക് ആകെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ ആയിപ്പോയി. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? പെറ്റ്സിനെ വളർത്തുന്ന എല്ലാവർക്കും ഈ ഒരു ട്രോമയിലൂടെ കടന്നു പോയേ മതിയാവുള്ളൂ. പിന്നെ നമ്മുടെ ഡിസിഷനാണ്. നമ്മൾ ഇതെല്ലാം സഹിച്ചും ഒക്കെ ആയിട്ട് നമുക്ക് ജീവികളെ വളർത്തണോ വേണ്ടയോ എന്നുള്ളത് കേട്ടോ. എനിക്ക് അവർ പോയ ഉടനെ റൂം ക്ലീൻ ചെയ്യാനുള്ള മനസ്സ് വന്നില്ല. എനിക്കൊന്ന് മൈൻഡ് ഓക്കെ ആയപ്പോഴാണ് ഞാൻ ഇതെല്ലാം ക്ലീൻ ചെയ്തത് കേട്ടാ. വൺ ബേബി പൂച്ച കൃഷ്ണ എടുത്തു പോയി. 3യും പോയി മക്കളെ, 1 മാത്രമല്ല 3യും പോയി. നമ്മൾ നോക്കാൻ എൻ്റെ അപ്പോൾ കൃഷ്ണ പറഞ്ഞ് നീ നോക്കണ്ട, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു കൊണ്ടുപോയി. ഇത് സത്യം പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. കൊച്ചു ബേബി എഴുന്നേറ്റ ഓടി ബേബി പൂച്ച എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് വരും കേട്ടോ. അപ്പം അവിടെ ഇല്ലാത്തത് മോൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പക്ഷെ എന്നെക്കാട്ടിലും മെച്ചുവറായിട്ട് ബേബി പൂച്ചയെല്ലാം സേഫായിട്ട് കൃഷ്ണൻ്റെ അടുത്ത് പോയി എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ദൈവം കൊടുത്തിട്ടുണ്ട് കൊച്ചു ബേബിക്ക്. എനിവേ ഈ ഒരു ദിവസം രാവിലെ എനിക്ക് ഒന്നും ചെയ്യാനായിട്ട് തോന്നുന്നില്ല കേട്ടോ. അത് എത്ര പേർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവുന്ന അറിയില്ല. ഞാൻ സ്ഥിരമായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യം എനിക്കിനി ചെയ്യാനില്ല, അവരില്ല എന്നുള്ളതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇന്ന് ഒരാൾക്ക് സ്കൂളിൽ പോകണ്ടല്ലോ. സ്കൂൾ അടച്ചത് കൊണ്ട് ബാക്കിയുള്ള ആക്ടിവിറ്റീസിൽ എൻ്റെ കൂടെ കൂടി നിന്ന് ആളും കൂടെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ള തയ്യാറെടുപ്പിലാണ് സുദർശന കേട്ടോ. മാളു വിശക്കണേന്ന് പറയുന്നു കേട്ടോ. കൊച്ചേബി എടുത്ത് മേളിൽ വെച്ച് കൊടുക്കണേ കൊച്ചു. ചെല്ല മാളു, വാ വെച്ചോ. കുറച്ചുകൂടെ അങ്ങോട്ട് നീക്കി വെക്കുവോ? കുറച്ചും കൂടെ ബാക്കിലോട്ട്. മാളിന് തടവി കൊടുത്തേ. ഇതേപോലെ നന്ദുവിന് ഫുഡ് കൊടുക്കാനായിട്ട് വാശി പിടിക്കും. പക്ഷെ നന്ദു ഒരു കാളക്കുട്ടി ആയതുകൊണ്ട് ഞാൻ നന്ദുവിന്റെ അടുത്തേക്ക് അങ്ങനെ പോകാൻ സമ്മതിക്കാറില്ല കേട്ടോ.
ഒഴിച്ചാ ഞാൻ അവിടെ വെച്ചോ, അവിടെ വെച്ചോ, അവിടെ വെച്ചോ. അങ്ങനെയല്ല, ഇങ്ങനെ ഇങ്ങനെ കണ്ട. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ വീട്ടിൽ കുട്ടികൾ പെറ്റ്സോടൊപ്പം വളരുമ്പം അവർ പല പല കാര്യങ്ങൾ പഠിക്കും. ഫസ്റ്റ് തിങ് അവർ പഠിക്കുന്നത് കൈൻഡ്നെസ് ആണ്. അതിന് ഫുഡ് കൊടുക്കുക, അതിനെ കെയർ ചെയ്യുന്നു, പിന്നെ ജെൻറ്റിലായിട്ട് അതിനോട് പെരുമാറാൻ പഠിക്കുന്നു. അതുപോലെ കുട്ടികൾക്ക് ആങ്സൈറ്റി, അലർജിക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവില്ല എന്നൊക്കെ ഓരോ സ്റ്റഡീസ് പറയുന്നുണ്ട്. സ്റ്റഡീസ് മാത്രമല്ല, എൻ്റെ പേഴ്സണൽ ലൈഫ് എക്സ്പീരിയൻസ് തന്നെയാണ്. കൊച്ചു ബേബിക്ക് ഈ അൺനെസസറി എന്താ പറയുന്നത്, ഈ തൊട്ടാലും പിടിച്ചാലും എല്ലാം ഈ അലർജി ഇഷ്യൂസ്, ജലദോഷം, ശ്വാസം മുട്ടൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഗോഡ്സ് ഗ്രേസ് ഇല്ല. താങ്ക്സ് ടു മൈ പെറ്റ്സ്. അവരുടെ ഒപ്പം ഇത്രയും ആക്റ്റീവായിട്ട് കൊച്ചുബേബി ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ റാഡോയും ട്രെയിനിങ് പീരീഡിലാണ്. എൻ്റെ ബ്ലോഗ്സിന് മുന്നേ കണ്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാം, ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത് അർജുൻ ചേട്ടനാണ്. അർജുൻ ചേട്ടൻ എന്താണോ പഠിപ്പിച്ചത് അത് റീഇൻഫോഴ്സ് മാത്രമാണ് ഞങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ റാഡോയും ട്രെയിനിങ് പീരീഡാണ്. കൊച്ചു ബേബിയും ഓരോ കാര്യങ്ങൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ഫുഡ് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് റെസ്പെക്ട്ഫുള്ളി ഡോഗിനോട് അപ്രോച്ച് ചെയ്യേണ്ടത്, ബിഹേവ് ചെയ്യുന്നത്, ഇതൊക്കെ കൊച്ചു ബേബി പഠിച്ചു വരുന്നതേ ഉള്ളൂ കേട്ടോ. അതേപോലെ ഫുഡിൻ്റെ അടുത്ത് നമ്മൾ ആര് നിന്നാലും അഗ്രഷൻ കാണിക്കാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ പപ്പീസും പഠിച്ചു വരുന്നതേ ഉള്ളൂ. റാഡോ, ബർഫി, നൈല ഒക്കെ ആ കാര്യത്തിൽ സ്വീറ്റ് ആണ് കേട്ടോ. നന്ദുവിന് നമ്മൾ കൊടുക്കുന്ന ഫുഡ് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വെള്ളം വറ്റി കട്ടിയാവും കേട്ടോ. അപ്പോഴും നമ്മൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് വെള്ളം ആഡ് ചെയ്ത് കുറച്ചും കൂടെ ഡൈല്യൂട്ട് ആക്കി വെച്ച് കൊടുത്താലാണ് അവൻ കഴിക്കുകയുള്ളൂ. ഞാനിതെല്ലാം മിക്ക വ്ളോഗിലൊക്കെ പറയാറുണ്ട്. ഇനി ചിലപ്പോൾ ഇതായിരിക്കും നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന വീഡിയോ എന്നുള്ളതുകൊണ്ടാണ് ചില കാര്യങ്ങൾ റിപ്പീറ്റഡ്ലി പറയുന്നത്. മുമ്പൊക്കെ കൊച്ചുബേബിക്ക് വാഷ് ബേസിനിൽ കൈ കഴുകാനായിട്ട് നമ്മൾ എടുത്ത് കസേരയുടെ മുകളിൽ നിർത്തണമായിരുന്നു. അവിടെ നിന്ന് പിന്നെ തനിയെ കസേരയുടെ മണ്ടയിൽ കയറി കൈ കഴുകാൻ തുടങ്ങി. ഇപ്പം അതാ കസേരയുടെ ആവശ്യമില്ലാതെ താഴെ നിന്ന് തന്നെ കൈ കഴുകാനും തുടങ്ങി. എന്ത് പെട്ടെന്നല്ലേ ഇവരൊക്കെ വലുതാവുന്നത്. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് കൊച്ചുബേബിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫുഡാണ്. അത് ഗോതമ്പും ശർക്കരയും തേങ്ങയും കൂടെ മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഒരു ദോശ പോലത്തെ ഒരു സംഭവമാണ്. എനിക്കതിൻ്റെ പേരറിയില്ല. ഭയങ്കര ഇഷ്ടമാണത്. ഇനി എനിക്കിന്നൊരു ഫംഗ്ഷന് പോകാനുണ്ട്. എൻ്റെ ഡാൻസ് ക്ലാസ്സിൽ ഒരു അമ്മയും മോളും പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ആദ്യ എന്നാണ് കുട്ടിയുടെ പേര്, അമ്മയുടെ പേര് വീണ. അതിൽ വീണ എന്നെ ഒരു സ്കൂളിൽ, വീണ പഠിപ്പിക്കുന്ന സ്കൂളിൽ ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ട്. നമ്മുടെ തൈക്കാടുള്ള ഗവൺമെൻറ് LPS സ്കൂളിലേക്കാണ് കേട്ടോ. ഇന്ന് 4th സ്റ്റാൻഡേർഡിലെ സ്റ്റുഡൻസിനുള്ള സെൻഡ് ഓഫ് ആണ്. അപ്പോൾ അവർക്ക് കുറച്ച് അവാർഡ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ആ ഒരു സെറിമണിക്ക് വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചത്. ഞാൻ ഇറങ്ങാൻ നേരത്ത് കൊച്ചുബേബിക്ക് അർജുൻ ചേട്ടൻ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കേട്ടോ. എങ്ങനെയാണ് അർജുൻ ചേട്ടന് കറക്റ്റ് കൊച്ചുബേബിയുടെ ആ ഒരു പൾസ് മനസ്സിലാക്കി ഇത്രയും ക്യൂട്ട് ഗിഫ്റ്റ്സ് വാങ്ങിച്ചു കൊടുക്കുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഒരിക്കലുമേ ചിന്തിച്ചിട്ടില്ലാത്ത കാര്യങ്ങളായിരിക്കും അർജുൻ ചേട്ടൻ വാങ്ങിച്ചു കൊടുക്കുന്നത്. ഈ ഒരു ഗിഫ്റ്റ് സത്യം പറഞ്ഞാൽ എനിക്കങ്ങ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ക്യൂട്ട് ക്യാമറയാണ് കേട്ടോ. അതൊരു എന്താ പറയുന്നത്, വളരെ ക്യൂട്ടായിട്ടുള്ളൊരു സംഭവം. നമുക്ക് ശരിക്കുമേ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും. ഓഫ് കോഴ്സ് ഭയങ്കര ക്ലാരിറ്റി ഉള്ളതൊന്നും അല്ല, പക്ഷേ എങ്കിലും കൊച്ചു ബേബിക്ക് ഫോട്ടോസ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞങ്ങളുടെ ഫോൺ വാങ്ങിച്ച എപ്പോഴും ഓരോ സാധനങ്ങളുടെ ഫോട്ടോസ് ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കും. ഈ ഒരു ക്യാമറ കിട്ടിയപ്പോൾ ആൾക്ക് വളരെ സന്തോഷമായി. എന്തായാലും ആൾ ഹാപ്പി ആയിരുന്നപ്പോഴത്തേക്കും എനിക്ക് കുറച്ചും കൂടെ എളുപ്പമായി. ഞാൻ ആ ഗ്യാപ്പിൽ നേരെ ഫംഗ്ഷനിലേക്ക് പോയി. അർജുൻ ചേട്ടൻ്റെ കൂടെ ആൾ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ ഗവൺമെൻറ് LPS സ്കൂളിലേക്ക് പോവാം. ഇതാണ് വീണ കേട്ടോ. വീണ നല്ല ഡാൻസറാണ്. വീണയുടെ മകളും വളരെ നല്ല ഡാൻസറാണ് കേട്ടോ. എനിക്ക് ആദ്യം പോയപ്പോൾ കുറേ കുട്ടികളുടെ ക്യൂട്ട് വെൽക്കമിങ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരുടെ ഡ്രംസ് ഒക്കെ പ്ലേ ചെയ്ത് സൂപ്പറായിരുന്നു. പിന്നെ ഒരു കുട്ടി ക്യൂട്ട് ഫംഗ്ഷൻ ആയിരുന്നു. കുട്ടികളൊക്കെ എന്താ സ്മാർട്ട്, വളരെ രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അതേപോലെ അവിടെയുള്ള പ്രിൻസിപ്പളിനെയും മറ്റ് ടീച്ചേഴ്സൊക്കെ ഭയങ്കര കോർഡിയലായിട്ടാണ് നമ്മളോട് ബിഹേവ് ചെയ്തത്. ഒരു മെമ്മറബിൾ ഡേ ആയിരുന്നു കേട്ടോ. അവിടെയുള്ള കുറച്ച് ടീച്ചേഴ്സായിട്ട് എനിക്കൊരു വീഡിയോ എടുക്കാനും പറ്റി.
തിരിച്ച് വന്ന് ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങി. എൻ്റെ ഡിപ്രഷൻ ഞാൻ എപ്പോഴും ഉറങ്ങിയാണ് തീർക്കുന്നത് കേട്ടോ. ഞാൻ ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും എനിക്കൊരു കാർഡുമായിട്ട് വന്നു. ഇതിനെന്താ പറയുന്നത്, ഒരു ഗെറ്റ് വെൽ സൂൺ കാർഡോ അല്ലെങ്കിൽ ഒരു ഫീൽ ബെറ്റർ സൂൺ എന്ന് പറയുന്ന ഒരു കാർഡ്. സാധാരണ എൻ്റെ വീട്ടിൽ ഏതെങ്കിലും ഒരു ജീവിക്ക് എന്തെങ്കിലും മരണമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വളരെ കീൻ ആയിരിക്കുക എൻ്റെ റിയാക്ഷൻ എന്തെന്നുള്ളതായിരിക്കും. അപ്പോൾ ഇതൊരു വല്ലാത്ത ചർച്ചാ വിഷയം പലപ്പോഴും ആവുന്നതുകൊണ്ട് ഇത്തവണ ഞാൻ കരയില്ല എന്നുള്ളൊരു തീരുമാനം ഞാൻ എടുത്തു. പക്ഷെ അത് മണ്ടത്തരായിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എൻ്റെ ഫീലിങ്സ് ഒക്കെ ഞാൻ ഇങ്ങനെ ബോട്ടിലപ്പ് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കുവാണ്. അത് എന്ന് ബേസ്റ്റ് ആവും എന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് വല്ലാത്ത മനോവേദനയും ഭയങ്കരമായ വിഷമമുണ്ട്. പക്ഷേ ഈ ഒരു കാർഡ് കിട്ടിയപ്പോഴത്തേക്ക് എന്തുവാണ്, നമ്മൾ ഭയങ്കര വെയിലത്തിൽ നിന്ന് വന്നിട്ട് നമുക്ക് നല്ലൊരു AC റൂമിൻ്റെ അകത്ത് കയറുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, ഒരു കംഫർട്ടിങ് വാക്കുകൾ. അതാരാണ് ആഗ്രഹിക്കാത്തത്? അത് ഈ കിറ്റൻസ് പോയി ഞാൻ വല്ലാത്ത ഒരു മൂഡിൽ നിന്നപ്പോഴത്തേക്കും വേണമെങ്കിൽ എന്നോട് അങ്ങനെ ആകെ പെരുമാറിയത് അനുവാണെന്ന് പറയാം കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ആ കാർഡ് ഞാൻ വാങ്ങിച്ചതിന് ശേഷം എനിക്കൊരു ഹാമ്പർ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കൊച്ചിയിൽ April 5th and 6th ആയിട്ട് വെൻഡർലാൻഡ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. ഒരു മിഡ് നൈറ്റ് മാർക്കറ്റാണ് അത്. ലേഡീസ് എല്ലാം കൂടെ ചേർന്ന് ക്യൂറേറ്റ് ചെയ്തിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ അതിനുവേണ്ടി ഒരു വിഷ് വീഡിയോ ചെയ്ത് കൊടുത്തപ്പോൾ എനിക്കൊരു ഹാമ്പർ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അനുവും കൂടെ ആ ഹാമ്പർ പൊട്ടിച്ച് അതിനകത്തുള്ള സംഭവങ്ങളൊക്കെ നോക്കുമായിരുന്നു. ഈ ഫുൾ ഹാമ്പറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു കുക്കീസിൻ്റെ ഒരു ബോക്സ് ആണ് കേട്ടോ. ഭയങ്കര ഡെലീഷ്യസ് ആയിട്ടുള്ള കുക്കീസ് ആയിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഐ വാസ് ലൈക്ക് പുഷിങ് മൈ സെൽഫ് ടു ക്ലീൻ മൈ റൂം. ഇതെല്ലാം ഞാൻ ഇങ്ങനെ പെൻഡിങ് വെച്ചു. കാരണം എനിക്കെന്നല്ല, മിക്കവർക്കും അങ്ങനെ ആയിരിക്കും. നമ്മൾ ഭയങ്കര മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആയാൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. അപ്പം നമ്മുടെ വർക്ക്സും ഇങ്ങനെ പൈലപ്പ് ആയിക്കൊണ്ടേയിരിക്കും. പിന്നെ മടിയൻ മല ചുമന്ന് കളയും. അപ്പോൾ ഞാൻ ഇന്ന് തീരുമാനിച്ചു റൂമൊക്കെ ഫുൾ ക്ലീൻ ചെയ്യണം. കുറച്ച് സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എനിക്ക് തന്നെ ഭ്രാന്ത് പിടിക്കുന്ന സെറ്റപ്പിൽ കിടക്കുവാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വൃത്തിയാക്കാം എന്ന് വിചാരിച്ചു. എനിക്ക് ഈ വിഷമമൊക്കെ വരുമ്പോൾ, അതിപ്പോൾ വിഷമാണെങ്കിലും ദേഷ്യമാണെങ്കിലും എനിക്കത് പ്രോപ്പറായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല. ഞാൻ ഇങ്ങനെ മുഖം വീർപ്പിച്ച് കയറ്റി വെച്ച് നിൽക്കും കേട്ടോ. മാത്രമല്ല, നമുക്ക് ഈ വിഷമം അല്ലെങ്കിൽ ദേഷ്യം തീരുന്നവരെ അത് ഒരാളോട് പറഞ്ഞ് എനിക്ക് വെറുപ്പിക്കാനും പറ്റൂല. അതും മോശമല്ലേ? അങ്ങനെ ഉള്ളപ്പം ഞാൻ കാണുന്ന ഒരു വലിയ സഹായമാണ് ഈ വീട്ടിൻ്റെ അകത്തുള്ള ചെറിയ ചെറിയ ജോലികൾ. ഭയങ്കരമായ ദേഷ്യം സങ്കടമൊക്കെ വന്നാൽ ഞാൻ ഓടിച്ചെന്ന് ചിലപ്പോൾ പാത്രം തേക്കും, അല്ലെങ്കിൽ വീട് മൊത്തം കഴുകി ഇറക്കും, അല്ലെങ്കിൽ എന്താ പറയുക 2 പട്ടിയെ പിടിച്ചങ്ങ് കുളിപ്പിക്കും, അല്ലെങ്കിൽ തുണി മടക്കി വെക്കും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേ ഇത് ജസ്റ്റ് ഒരു ആക്ട് മാത്രമല്ല, അത് അതിൽ നിന്നൊരു വേറൊരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടും. ഒരു തെറാപ്പിയൊക്കെ പോലെ. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പം അത് ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ മൈൻഡിനെയും കൂടെ അങ്ങ് ക്ലീൻ ചെയ്യും. എന്തായാലും കൊച്ചുബേബിയുടെ സ്കൂൾ അടച്ചപ്പോൾ കിട്ടിയ ആ ഒരു ഫയൽ എനിക്ക് ഇന്നാണ് നോക്കാൻ ശരിക്കും സമയം കിട്ടിയത്. അതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടപ്പം എനിക്ക് വീണ്ടും ഒരു എന്താ പറയുക, ഒരു സന്തോഷം തോന്നി. എന്തായാലും ഞാൻ ഈ വർഷം മോളെ LKG ആക്കുന്നില്ല. ഞാൻ പ്ലേ ഗ്രൂപ്പ് റിപ്പീറ്റ് ചെയ്യിപ്പിക്കാൻ പോവാണ്. നെക്സ്റ്റ് ഇയർ 4 വയസ്സാവുമ്പോഴേ ഞാൻ പ്ലേ ഗ്രൂപ്പിലോട്ട് ആക്കുന്നുള്ളൂ. അപ്പോൾ അർജുൻ ചേട്ടനും അങ്ങനെ റഷ് ചെയ്യുന്നില്ല. സ്ലോ ആൻഡ് സ്റ്റഡി അങ്ങനെ പോയാൽ മതി എന്ന് തന്നെയാണ് ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരു ഡിസിഷൻ. അപ്പോൾ ബാക്ക് ടു നമ്മുടെ ടോപ്പിക്. ഞാൻ അധികമായിട്ട് ക്ലീൻ ചെയ്യുന്നൊക്കെ കാണുമ്പോൾ അനു എന്നോടൊന്ന് ചോദിക്കാറുണ്ട്, ചിത്തിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന്. കാരണം അനുവിനത് മനസ്സിലായിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും ഓവറായിട്ട് ക്ലീൻ ചെയ്യുമോ, പെട്ടെന്ന് വീടൊക്കെ കഴുകി ഇറക്കാനൊക്കെ അങ്ങനെ ഞാൻ സ്പോണ്ടേനിയസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പം അനുവിന് മനസ്സിലാവും ചിത്തിക്ക് എന്തോ വിഷമമുണ്ട് എന്നുള്ളത് കേട്ടോ. പണ്ട് എൻ്റെ അമ്മയിൽ ഞാൻ അത് കണ്ടിട്ടുണ്ട്. അമ്മ എക്സ്ട്രീംലി സാഡ് അല്ലെങ്കിൽ ഭയങ്കരമായ ദേഷ്യമൊക്കെ വരുമ്പോഴത്തേക്ക് അമ്മ ഭയങ്കരമായിട്ട് ജോലി ചെയ്യും. അപ്പം അമ്മ ജോലി ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും സംതിങ് ഈസ് ബോദറിങ് ഹെർ എന്നുള്ളത്. അപ്പോൾ എന്തായാലും ക്ലീനിങ് ഈസ് ജസ്റ്റ് നോട്ട് ക്ലീനിങ്. അതിൻ്റെ അകത്തൊരു ഹീലിംഗ് പ്രോസസ്സും കൂടെ നടക്കുന്നുണ്ട്. അത് ഞാനുമായിട്ട് എത്ര പേര് റിലേറ്റ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ റിലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. നിങ്ങൾക്ക് ദേഷ്യം സങ്കടം വരുമ്പം ഏറ്റവും കൂടുതൽ എന്താ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത്, ഏത് ജോലി ചെയ്യാനാണ് ഇഷ്ടം എന്നുള്ളത്. അപ്പോൾ എൻ്റെ യൂട്യൂബ് ഫാമിലി എന്നെപ്പോലെ തന്നെ എക്സൈറ്റഡ് ആയിരുന്നു ഇവരുടെ കാര്യങ്ങളൊക്കെ അറിയുന്നതിലും. ഇവരുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്തപ്പോൾ നിങ്ങളുടെ സന്തോഷം വാസ് ഈക്വൽ ടു മൈൻ. അപ്പം എൻ്റെ വിഷമവും നിങ്ങൾക്കും കുറച്ച് ഡിസപ്പോയിൻറ്റിങ് ആയിരിക്കും. പക്ഷെ എന്നിരുന്നാലും താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ ലവ് യു ഹാവ് ഗിവൺ അസ്. കൊച്ചേബി പറയുന്ന പോലെ ദേ ആർ ഇൻ എ ബെറ്റർ പ്ലേസ് വിത്ത് മൈ കൃഷ്ണ ഇൻ എ ഹാപ്പി വേൾഡ്.